ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുവപ്പൊടിയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പുഡിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂണ് കുവപ്പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് ഞാൻ മേടിച്ച കൂവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കൂവപ്പൊടിയൊക്കെ ചൂടിനൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തണുപ്പ് തരുന്നൊരു സാധനമാണ് കേട്ടോ ഈ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 അച്ച് ശർക്കരയിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശർക്കര മെൽട്ടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബദാം ഇഷ്ടമാണെങ്കിൽ ബദാമും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് 2 നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഒത്തിരി സമയത്തൊന്നും വയറ്റെടുക്കണ്ട. ആ പഴമൊന്നും ഉടഞ്ഞു പോകുന്ന വേണ്ടിയിട്ടാണ്. നമുക്ക് ആ പഴം ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഈ നെയ്യിലും അണ്ടിപ്പരിപ്പിലും ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഞാൻ സെയിം പാൻ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ഉണ്ടല്ലോ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കൂവപ്പൊടിയൊക്കെ ഒന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത, അടിയിൽ ഊറി നിൽക്കും കേട്ടോ. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു അരിപ്പയിലൂടെ വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ പാനിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലോട്ട് ഞാൻ 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 ഏലക്ക ഇങ്ങനെ ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് കൈയെടുക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂവപ്പൊടിയായ കാരണം കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിയെടുക്കണം. അതിങ്ങനെ ചൂടായി വരുന്തോറും ഇങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കരയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടിവിടെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ശർക്കരയും കൂവപ്പൊടിയൊക്കെ ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴവും അണ്ടിപ്പരിപ്പും കിസ്മിസ് ഉണ്ടല്ലോ അത് നെയ്യിൽ സോട്ട് ചെയ്തത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധികം നേരമൊന്നും നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു തിള വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു തള വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇത് മാറ്റി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കേണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഒരു സിലിക്കോണിൻ്റെ മോൾഡിലും കൂടി ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ, വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഷേപ്പ് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സിലിക്കോണിൻ്റെ മോൾഡിൽ ഇങ്ങനെ പല ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിലും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷമൊക്കെ ഒരു മധുരം കഴിക്കണമെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.